വയനാട് എം പി പ്രിയങ്ക ഗാന്ധി ലോക്സഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. പ്രതിപക്ഷത്തിന്റെ പോർമുനയായി പ്രിയങ്ക മാറുമോ? പാർലമെന്റിലെ വാക്പോരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് മുട്ടാൻ കരുത്തയായ പോരാളിയാണോ പ്രിയങ്ക? വിശദമായി തന്നെ പരിശോധിക്കാം. രാജീവ് ഗാന്ധി കുടുംബത്തിൽ നിന്നും നിലവിൽ 3 പേരാണ് ഇപ്പോൾ പാർലമെന്റിലുള്ളത്. ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും, രാജ്യസഭയിൽ സോണിയാഗാന്ധിയും. രാഷ്ട്രീയ ശൈലിയിലും പ്രതികരണത്തിലും വ്യത്യസ്തരാണ് രാഹുലും പ്രിയങ്കയും. പഠിച്ച് പക്വതയോടെ രാഷ്ട്രീയ മറുപടി എന്നതാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ശൈലി. പ്രിയങ്ക ഗാന്ധി അങ്ങനെയല്ല, ഉരുളയ്ക്കുപ്പേരി പോലെ ചടുലമായ മറുപടി വരും. വാക്കുകളിൽ മിതത്വം, ആശയവിമർശനങ്ങളിൽ മൂർച്ച എന്ന രാഹുൽ ശൈലിയല്ല, ആശയങ്ങൾക്കപ്പുറം വാക്കുകൾക്ക് മൂർച്ച നൽകുന്ന പ്രിയങ്കയുടെ ജനപ്രിയ ശൈലി. എതിരാളികളെ പരിഹസിച്ച് നിലംപരിശാക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശൈലിയോട് നേരിട്ട് മുട്ടാൻ പറ്റുന്ന രീതി. പാർലമെന്റിലെ ചർച്ചകളിൽ സ്വാഭാവികമായും കയ്യടി കിട്ടുക ഈ ശൈലിക്കാവും. പാർലമെന്റിൽ ഒപ്പം നിൽക്കുന്നവർക്ക് ധൈര്യം നൽകുന്നതും പുറത്ത് അണികളെ ആവേശഭരിതരാക്കുന്നതും ഇത്തരം വാക്പോരുകളാണ്. വരും ദിവസങ്ങളിൽ പാർലമെന്റ് കാണാനിരിക്കുന്ന പ്രധാന വാക്പോരുകളിലൊന്നായി മോദി വേഴ്സസ് പ്രിയങ്ക മാറും എന്നത് ഉറപ്പാണ്. ആൾക്കൂട്ടത്തിന് മുന്നിൽ മുൻകൂട്ടി തയ്യാറാക്കി മറുപടി പറയും പോലെ അത്ര എളുപ്പമല്ല പാർലമെന്റിൽ പൊടുന്നനെ വരുന്ന ആക്രമണങ്ങൾക്ക് ഉടൻ തിരിച്ചടി നൽകുക എന്നത്. പ്രത്യേകിച്ച് ഭരണപക്ഷ നിരയിലുള്ളവരാരും ചില്ലറക്കാരല്ലെന്നത് പ്രത്യേകം ഓർക്കണം. പാർലമെന്റിന്റെ പ്രായോഗിക പരിചയത്തിലും തന്ത്ര കൗശലങ്ങളിലും അഗ്രഗണ്യരായ ചാണക്യ ബുദ്ധികളാണ് മറുഭാഗത്തുള്ളത്. നേരിട്ട് ആക്രമിക്കുക മാത്രമാവില്ല, ഇരയിട്ട് പ്രിയങ്കയെ അതിൽ കൊത്തിച്ച് വീഴ്ത്താനുള്ള കെണികളും അവർ ഒരുക്കും. അടിക്ക് തിരിച്ചടി നൽകാൻ പ്രാപ്തിയായ നേതാവെന്ന പ്രതിച്ഛായ തകർത്ത് രാഷ്ട്രീയ പരിചയമില്ലാത്ത വെറും കുട്ടി മാത്രമാണ് പ്രിയങ്ക എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. ഇതിനെയൊക്കെ പ്രതിരോധിച്ചും തന്ത്രപരമായ ഒഴിഞ്ഞുമാറ്റങ്ങൾ വേണ്ടിയെടുത്ത് അത് പ്രയോഗിച്ചും ഭരണപക്ഷ നിരയോട് പൊരുതി നിൽക്കുക എന്നത് അത്ര എളുപ്പമല്ല. ഭരണപക്ഷ നിരയിലെ അപ്രധാനികൾ പോലും ഇനി പാർലമെൻറ്റ് പ്രസംഗത്തിൽ പ്രിയങ്കയെ പ്രകോപിപ്പിക്കാനും കളിയാക്കാനും ശ്രമിക്കും എന്നതും ഉറപ്പാണ്. ഒപ്പം ഏതെങ്കിലും വിഷയത്തിൽ ഭരണപക്ഷത്തിനെതിരെ പ്രിയങ്ക ആഞ്ഞടിച്ചാൽ പ്രിയങ്ക ഉയർത്തുന്ന ആരോപണ വിഷയങ്ങളിൽ തൊടാതെ ഭർത്താവ് റോബർട്ട് വദ്രയ്ക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ നിരത്തി പ്രിയങ്കയെ പ്രതിരോധത്തിലാക്കാനുള്ള ശ്രമവും ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ സമ്പന്നനും പ്രധാനമന്ത്രിയുടെ സ്വന്തക്കാരനുമായ ഗൗതം അദാനി അടക്കം BJP അനുകൂല വ്യവസായ പ്രമുഖരെ ആക്രമിച്ചാലും അവരുടെ ഒന്നും നിരയിൽപ്പെടുത്താവുന്ന ഒരു ആളേ അല്ലെങ്കിലും റോബർട്ട് വദ്രയെ ചൂണ്ടിക്കാട്ടി പ്രതിരോധിക്കാനാവും BJP ശ്രമിക്കുക. ഇതിനെയൊക്കെ പ്രിയങ്കയ്ക്ക് നേരിടേണ്ടി വരും. വർത്തമാനകാല രാഷ്ട്രീയ പ്രതിസന്ധികളിൽ പ്രതിരോധത്തിലായാൽ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു മുതൽ ഇന്ദിരാഗാന്ധിയെയും രാജീവ് ഗാന്ധിയെയും ഒരിക്കൽ പോലും പ്രധാനമന്ത്രിയോ മന്ത്രിയോ ഒന്നുമായിട്ടില്ലെങ്കിലും രാഹുൽ ഗാന്ധി അടക്കം ആക്രമിക്കുക എന്ന ശൈലിയാണ് നരേന്ദ്രമോദി ആയാലും അമിത്ഷാ ആയാലും BJPയിലെ മുതിർന്ന നേതാക്കളൊക്കെയും സ്വീകരിക്കുന്നത്. ഈ കുടുംബത്തിന് നേരെ രാഷ്ട്രീയ ആക്രമണങ്ങൾ നിരന്തരം ഉന്നയിക്കുക എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ രാജകുടുംബം എന്നാണ് ആക്ഷേപിക്കുന്നത്. ഇങ്ങനെയുള്ള തിരിച്ചടികളൊക്കെ, ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾക്കൊക്കെ കരുത്തു കൂട്ടുന്നതാണ് പ്രിയങ്കയുടെ വരവ് എന്നതുകൂടി ഓർക്കണം. എങ്ങനെയായാലും കോൺഗ്രസിനെ സംബന്ധിച്ച്, കോൺഗ്രസ് ആയാലും പ്രതിപക്ഷ നിരയെ സംബന്ധിച്ചായാലും ആവേശം പകരുന്നതാണ് പ്രിയങ്കയുടെ ലോക്സഭാംഗത്വം. ഇനി പാർലമെൻറ്റ് പ്രതിപക്ഷ നിരയുടെ കുന്തമുനയായും പ്രതിരോധ കവചവുമായിട്ടൊക്കെ നിൽക്കേണ്ട ഉത്തരവാദിത്വം കൂടി ചടുല താളത്തിൽ പ്രതികരിക്കുന്ന പ്രിയങ്ക എന്ന നേതാവിനുണ്ടാകും. പ്രിയങ്കയുടെ ശൈലി ആക്രമണോത്സുകമാണ്, ഒപ്പം ചടുലവുമാണ്. അതിൽ വലിയ പ്രതീക്ഷയാണ് പ്രതിപക്ഷ നിരയ്ക്കുള്ളത്. അതിനൊത്ത് ഉയരുക എന്നത് ഹിമാലയൻ വെല്ലുവിളിയാണ്. പ്രത്യേകിച്ച് ഭരണപക്ഷ നിരയിലെ മുൻനിരക്കാരുടെ പ്രായോഗിക പരിചയത്തിനും കൗശലത്തിനും മുന്നിൽ നേരിടുക എന്നത്. കൊണ്ടും കൊടുത്തുമുള്ള ഈ പോരാട്ടം എന്തായാലും പാർലമെൻറ്റിൽ വരും ദിവസങ്ങളിൽ വിഭവസമർത്ഥമായ വാക് വിരുന്നാവുമെന്നത് ഉറപ്പാണ്. കാണേണ്ട കാഴ്ചകൾ നമുക്ക് കാത്തിരുന്നു തന്നെ കാണേണ്ടി വരും. പ്രിയങ്ക മോദിക്ക് ഒത്ത എതിരാളിയാകുമോ, അതോ മോദിക്ക് മുന്നിൽ അടി പതറി വീഴുമോ എന്നതെല്ലാം കാലം തെളിയിക്കേണ്ട ചോദ്യങ്ങളുമാണ്. അതിൻ്റെ ഉത്തരത്തിനായി കാത്തിരിക്കുക മാത്രമാണ് നമുക്ക് മുന്നിലുള്ള വഴി. പക്ഷേ ഇന്ന് പ്രിയങ്ക ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ നിലപാട് വ്യക്തമാക്കുന്നതായിരുന്നു പ്രിയങ്കയുടെ സത്യപ്രതിജ്ഞ. ഒപ്പം പ്രതിസന്ധി ഘട്ടത്തിൽ തൻ്റെ കുടുംബത്തെ ചേർത്ത് പിടിച്ച കേരളത്തോടുള്ള സ്നേഹാദരവായി കസവ് സാരിയും. രാഹുൽ ഗാന്ധിയെപ്പോലെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചായിരുന്നു ഹിന്ദിയിലെ സത്യപ്രതിജ്ഞ.
BJPക്കെതിരെ ഭരണഘടന മുൻനിർത്തിയുള്ള പോരാട്ടത്തിലേക്കാണ് താനും എന്ന രാഷ്ട്രീയ സന്ദേശമാണ് പ്രിയങ്ക നൽകിയത്. ഭരണഘടനയുടെ 75ാം വാർഷികത്തിൽ ഭരണഘടനയെ രാഷ്ട്രീയ ആയുധമാക്കരുതെന്ന് BJP നേതൃത്വത്തിൻ്റെ വാക്കുകൾക്കുള്ള മറുപടി കൂടി ഇതിൽ ഉണ്ടായിരുന്നു. തൻ്റെ രാഷ്ട്രീയ പോരാട്ടായുധം ഇന്ത്യ എന്ന അതിബൃഹത്തായ രാജ്യം നിലനിൽക്കുന്ന അസ്ഥികൂടം ഇന്ത്യൻ ഭരണഘടന തന്നെയാവും എന്ന ഉറച്ച പ്രസ്താവന. ദൈവനാമത്തിലായിരുന്നില്ല, നെഹ്റു കുടുംബത്തിൻ്റെ പാരമ്പര്യത്തിൽ ദൃഢപ്രതിജ്ഞയായിരുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ടു പിന്നാലെ പ്രതിപക്ഷ MPമാരുടെ പ്രതിഷേധത്തിലും പ്രിയങ്ക പങ്കെടുത്തു. എന്നാൽ നടുത്തളത്തിലേക്ക് ഇറങ്ങിയില്ല. സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ നടുത്തളത്തിലേക്കാണ് പ്രിയങ്ക ഇറങ്ങിയതെന്ന ആക്ഷേപം പ്രതിപക്ഷം ഉയർത്തും എന്നത് അറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു ഈ ഒഴിവാക്കൽ. എന്നാൽ പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധിക്കുമ്പോൾ ഇനി കാഴ്ചക്കാരിയായി താൻ ഉണ്ടാവില്ല, അവർക്കൊപ്പം തന്നെ ഉണ്ടാകും എന്ന വ്യക്തമായ സന്ദേശം കൂടി സത്യപ്രതിജ്ഞ ചെയ്ത് മിനിറ്റുകൾക്കുള്ളിൽ നൽകാൻ പ്രിയങ്ക ഗാന്ധിക്കായി. എന്തായാലും ഒരു ഭാഗം പ്രതീക്ഷയോടുകൂടി കാത്തുനിൽക്കുന്നു, മറുഭാഗം പ്രിയങ്കയെ തകർക്കാനുള്ള കരുനീക്കങ്ങളുമായി കാത്തുനിൽക്കുന്നു. ഏതു പക്ഷം വിജയിക്കുമെന്ന് തെളിയിക്കേണ്ടത് കാലമാണ്. അതിനായി നമുക്കും കാത്തിരിക്കാം.